വടകര താലൂക്കിലെ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ പ്രദേശങ്ങളിലെ കുടുംബങ്ങളെ വിവിധ പുനരധിവാസ മേഖലകളിലേക്ക് മാറ്റിയതായി വടകര RDO പ്രസിൽ KK പറഞ്ഞു. തഹസിൽദാർ, വില്ലേജ് ഓഫീസർമാർ, പോലീസ്, പഞ്ചായത്ത് അധികൃതർ എന്നിവർ നേരിട്ട് സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ ഏകീകരിച്ചു വരികയാണെന്നും RDO പറഞ്ഞു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കഴിഞ്ഞ രാത്രി മുതൽ മലയോര മേഖലകളിലും വിവിധ താലൂക്കുകളിലും ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദുരിതം ബാധിച്ചത് വിലങ്ങാട് വില്ലേജിലാണ്. മുൻവർഷം ഉരുൾപൊട്ടലുണ്ടായ മഞ്ഞച്ചീലിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 32ഓളം കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിച്ചു. ഇതിൽ 10 കുടുംബങ്ങൾ ബന്ധുവീട്ടിലേക്ക് മാറി. 3 കുടുംബങ്ങൾ ഇതിനകം തന്നെ മാറിപ്പോയിട്ടുണ്ട്. ബാക്കിയുള്ള 22 കുടുംബങ്ങളെ സമീപത്തുള്ള UP സ്കൂളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നു. താലൂക്ക് തഹസിൽദാർ, വില്ലേജ് ഓഫീസർമാർ, പോലീസ്, പഞ്ചായത്ത് അധികൃതർ എന്നിവർ സ്ഥലത്ത് നേരിട്ടെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. മറ്റ് വില്ലേജുകളിൽ നിലവിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഗുരുതരമായ സാഹചര്യമില്ല. താലൂക്കുകളിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും അതീവ ജാഗ്രതയിലാണ്. അത്യാഹിതങ്ങൾ നേരിടാൻ ക്യാമ്പുകൾ പൂർണ്ണ സജ്ജമാണ്. വടകര, കൊയിലാണ്ടി തുടങ്ങിയ തീരദേശങ്ങളിൽ നിലവിൽ വൻതോതിലുള്ള പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും വടകര RDO പ്രസിൽ KK പറഞ്ഞു. ഇന്നലെ രാത്രി മുതലുള്ള ശക്തമായ മഴയെ തുടർന്ന് നമ്മുടെ താലൂക്കുകളിലും നമ്മുടെ താലൂക്കിൻ്റെ മലയോര മേഖലകളിൽ വെള്ളം കയറിയിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതിലിപ്പം അടിയന്തര പ്രാധാന്യത്തോടെ നമ്മൾ കൂടുതലായിട്ടും ബാധിച്ചത് നമ്മുടെ വിലങ്ങാട് വില്ലേജിലാണ്. വിലങ്ങാട് വില്ലേജിൽ 32ഓളം മഞ്ഞച്ചീളി കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു 32 ഫാമിലിയിൽ നമുക്ക് അടിയന്തരമായി മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേര്, ഏകദേശം ഒരു 10ഓളം കുടുംബങ്ങൾ അവരെ ബന്ധുവീടുകളിലേക്ക് മാറാമെന്ന് ധാരണയായിട്ടുണ്ട്. അതിൽ 3 കുടുംബങ്ങൾ മാറിക്കഴിഞ്ഞു. ബാക്കി ഈ 22ഓളം കുടുംബങ്ങൾ നമ്മൾ അവിടെയുള്ളൊരു പാരിഷ് ഹാളിൽ മാറ്റാനാണ് ഇപ്പം ആലോചിച്ചത്. അതിപ്പം അതിൻ്റെ നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലേജ് അധികൃതരും താലൂക്കിലെ ആൾക്കാർ അവിടെ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്ത് അതിൻ്റെ നേതൃത്വം നൽകുന്നുണ്ട്. പോലീസും അതിൻ്റെ ബന്ധപ്പെട്ട സഹായത്തിനുണ്ട്, പഞ്ചായത്ത് അധികൃതരുണ്ട്. എല്ലാവരും കൂടെ ആലോചിച്ച് അവർ മാറ്റുകയാണ്. മറ്റ് വില്ലേജുകളിൽ നിന്നും മാറ്റി താമസിപ്പിക്കേണ്ട തരത്തിലുള്ള എഫക്റ്റ് വന്നിട്ടില്ല. നമ്മളെ മഴ ബാധിച്ചിട്ടില്ല. എല്ലാ വില്ലേജ് ഓഫീസർമാരും കൊയിലാണ്ടി താലൂക്കിലായാലും ശരി, വടകര താലൂക്കിലും മലയോര മേഖലകളിലെ വില്ലേജ് ഓഫീസറൊക്കെ അതിജാഗ്രതയിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വന്നാലും നമ്മൾ മാറ്റാനുള്ള ക്യാമ്പുകളൊക്കെ സജ്ജമാണ്. അങ്ങോട്ടേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിക്കും. പിന്നെ നമ്മുടെ തീരദേശ മേഖലകളിൽ കാര്യമായൊരു പ്രശ്നം വടകരയായാലും ശരി, കൊയിലാണ്ടി ആയാലും ശരി വന്നിട്ടില്ല. ശക്തമായ മഴയിൽ വടകര പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.